എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ വീക്ക് സ്റ്റാർട്ടായി എന്ന് റിയലൈസ് ചെയ്തു. അത് റിയലൈസ് ചെയ്ത് തീരുമ്പോഴേക്കും വീക്ക് തീർന്നു. അതായത് ഫ്രൈഡേ എത്തി. അങ്ങനെ തന്നെ ഒരു മാസം സ്റ്റാർട്ട് ആവുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ പെട്ടെന്നാണ് ആ മാസം തീർന്ന് അടുത്ത മാസം ആവുന്നത്. ആൻഡ് അങ്ങനെ തന്നെ ഒരുപാട് വർഷങ്ങൾ പാസ്സാവും. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ രാവിലെ എണീക്കും, രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും, ജോലിക്ക് പോകുന്ന ആൾക്കാർ ജോലിക്ക് പോകും, കുറേ ജോലി ചെയ്ത് തിരിച്ചു വരും, പിന്നെ എന്തെങ്കിലുമൊക്കെ ടി വി കാണും, അല്ലെങ്കിൽ ഫുഡ് കാണും, കുറച്ച് ഫോൺ നോക്കും, പിന്നെ ആൻഡ് അഗൈൻ റിപ്പീറ്റ്. അപ്പം ശരിക്കും ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല. ബിക്കോസ് നമുക്കൊരു റൂട്ടീൻ ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷെ ഒരു പ്രോബ്ലം വരുന്നത് നമ്മൾ ആ റൂട്ടീൻ മാത്രം ഫോളോ ചെയ്ത് നമ്മുടെ ലൈഫിനെ ഫോക്കസ് ചെയ്യാണ്ട് ശ്രദ്ധിക്കാണ്ട് കുറേ കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷണൽ സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. പക്ഷേ ഇത് ഫിലോസഫിയിൽ ഒരുപാട് ഇന്നായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ഇടയ്ക്കാണ് എനിക്ക് മനസ്സിലായ ഞാൻ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. 24 hours എണീറ്റിരിക്കുന്ന സമയമൊക്കെ ബിസിയാണ്. ആൻഡ് ഉറങ്ങാൻ കിടക്കുന്നതും ഉറക്കം വന്നിട്ട് ഒന്നുമല്ല, അങ്ങോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. വേറെ ഓപ്ഷൻ ഇല്ല എന്നറിയുന്നു. ആൻഡ് എണീക്കുമ്പോഴും ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. ആൻഡ് പക്ഷേ എല്ലാം ഒന്ന് നോക്കുമ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ നോക്കുകയാണ്, ഇന്നത്തെ എന്തൊക്കെ ചെയ്തു, ഇന്നലെ ചെയ്ത കാര്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ ഐ ഡോണ്ട് നോ ഇസ് ഇറ്റ് ഹെൽപ്പിംഗ് മീ ബിക്കം എ ബെറ്റർ പേഴ്സൺ? ഐ ഡോണ്ട് നോ. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ബിസിയാണ്. പക്ഷേ എനിക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ആൻഡ് അപ്പോഴാണ് ഞാൻ നോക്കിയത് ഞാൻ ചെയ്യുന്നതിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന്. അപ്പം അത് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളും ഓട്ടോ പൈലറ്റ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ സൈനാണ്. ചെയ്യുന്ന കാര്യം എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ഇന്നും ചെയ്യാം എന്ന് വിചാരിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് സൈൻ. അപ്പം നമ്മൾ എണീറ്റു, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു, ഓഫീസിൽ പോയി ജോലി ചെയ്തു, തിരിച്ചു വന്നു, ഫുഡ് കഴിച്ചു, ഉറങ്ങി. അത് നമ്മൾ ഇന്നലെയും ചെയ്തു, മിനിഞ്ഞാന്നും ചെയ്തു, അപ്പോൾ ഇന്നും ചെയ്യണം. അത് ആലോചിക്കാൻ വേണ്ടി നമുക്ക് ഒരു എഫേർട്ട് എടുക്കുന്നില്ല അല്ലേ? അപ്പം ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ വൈ വീട്ടിൽ ഇപ്പോൾ നമുക്ക് എന്ത് ജോബ്സ് ആണെങ്കിലും, വീട്ടിലത്തെ ലോണ്ടറി ആവാം, വീട്ടിലെ കുക്കിംഗ് ആവാം, ക്ലീനിങ് ആവാം, എല്ലാം നമ്മൾ ചെയ്യുന്നത് ഇസ് ബിക്കോസ് നമ്മൾ ഇന്നലെ ചെയ്ത കാരണം. ഒരുപാട് എഫേർട്ടില്ല അതിനെ ആലോചിക്കാൻ വേണ്ടി അല്ലേ? ഒരുപാട് ആൾക്കാർ ഒരു കരിയർ ചൂസ് ചെയ്യുവാണെങ്കിലും കുറേ സൊസൈറ്റിയിൽ പ്രഷറുള്ള കാരണമായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു സക്സസിൻ്റെ ഡെഫിനേഷൻ മറ്റൊരാൾക്ക് പ്രൊമോഷൻ കിട്ടി അപ്പം എനിക്ക് പ്രൊമോഷൻ വേണം എന്നുള്ളൊരു റീസൺ ആയിരിക്കാം. ഇറ്റ്സ് നോട്ട് ബിക്കോസ് യു റിയലി വോണ്ട് ഇറ്റ്. അത് നമ്മുടെ ഒരു അവയർനെസ് കാരണമായിരിക്കില്ല. ഇറ്റ്സ് ബിക്കോസ് റിപ്പിറ്റേഷൻ ഈസ് ഹെൽപ്ഫുൾ, ഇറ്റ്സ് ഈസിയർ. അതുകൊണ്ടാണ്. അപ്പം ഓട്ടോ പൈലറ്റ് മോഡ് സ്റ്റാർട്ട് ആവുന്നത് തന്നെ നമുക്ക് റെപ്റ്റേഷൻ ഇഷ്ടമായ കാരണമാണ്. അതായത് സെയിം കാര്യം തന്നെ എപ്പോഴും ചെയ്യാനുള്ള ഒരു ഇഷ്ടം കാരണമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് പേടിയായിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ലേസി ആയിട്ടോ താല്പര്യക്കുറവ് കാരണമൊന്നുമല്ല. രണ്ടാമത്തെ സൈൻ ദാറ്റ് യു ആർ ഓൾസോ ഓൺ ഓട്ടോ പൈലറ്റ് ഇസ് യു ചൂസ് കംഫർട്ട് ഓവർ ഗ്രോത്ത്. അതായത് നമുക്ക് ഇൻസ്റ്റൻ്റ്ലി പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം. കഥോപനിഷത്തിൽ ഇത് ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന് 2 ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന സന്തോഷം, ഇല്ലെങ്കിൽ ലോങ് ടേം കുറച്ച് എഫേർട്ട് എടുത്തിട്ട് കിട്ടുന്ന കുറേ സന്തോഷം. അപ്പം ഹ്യൂമൻ ടെൻഡൻസി ഇസ് ടു ചൂസ് ദ ഫസ്റ്റ് വൺ. അതായത് പെട്ടെന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, പെട്ടെന്ന് കിട്ടുന്ന സന്തോഷമാണ് ആൾക്കാർക്ക് വേണ്ടത്. ബിക്കോസ് പെട്ടെന്ന് കിട്ടുന്ന ആ ഒരു ഗ്രാറ്റിഫിക്കേഷൻ ആണ് ദാറ്റ് മേക്സ് അസ് ഹാപ്പി, നമ്മുടെ ബ്രെയിൻ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിന് കഥോപനിഷത്തിൽ 2 കാര്യങ്ങളായിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, പ്രയ ആൻഡ് ശ്രേയ. അപ്പം ഒരാൾക്ക് ഒരു ഡിസിഷൻ ചൂസ് ചെയ്യണമെങ്കിൽ 2 പാത്താണ്, അതായത് 2 വഴികളാണുള്ളത്, പ്രയ അല്ലെങ്കിൽ ശ്രേയ. പ്രയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം, പക്ഷെ അത് ലോങ് ടേം ആയിരിക്കില്ല, ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷേ പെട്ടെന്ന് കിട്ടും ആ ഒരു ഹാപ്പിനെസ്, സക്സസ്. പക്ഷെ ശ്രേയ എന്ന് പറഞ്ഞാൽ ലോങ് ടേം നമുക്ക് എഫേർട്ട് എടുത്ത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും അതായത് ഹാപ്പിനെസ്സുമാണ്. അപ്പോൾ അതിൽ എഫേർട്ട് കൂടുതലാണ്, പക്ഷേ അത് നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മളെ ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ ബ്രെയിൻ നാച്ചുറലി പ്രെഫേഴ്സ് വാട്ട് ഈസ് ഫെമിലിയർ. അതായത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ബ്രെയിൻ ചെയ്യാൻ പ്രെഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ എപ്പോഴും പ്രയ എന്നുള്ളൊരു ഓപ്ഷനെ ചൂസ് ചെയ്യുള്ളൂ. കൂടുതൽ എഫേർട്ട് എടുക്കുന്ന കാര്യത്തിനെ പറ്റി ആലോചിക്കുക തന്നെയില്ല. അപ്പം
രണ്ടാമത്തെ ഓപ്ഷൻ എത്രത്തോളം നല്ല ഓപ്ഷൻ ആണെങ്കിലും നമ്മൾ ആലോചിക്കില്ല, നമ്മൾ അത്രയും എഫേർട്ട് എടുക്കില്ല. ബിക്കോസ് ദ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ഈസിയർ ടു ചൂസ് ആൻഡ് നമ്മുടെ ബ്രെയിൻ ഓൾറെഡി നമ്മൾ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അതാണ് നമ്മൾ ഓട്ടോ പൈലറ്റിലാണ്, നമ്മൾ ആലോചിക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് കണ്ട ഫെമിലിയർ കാര്യം ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ സൈൻ ഇതായിരുന്നു ഒരു ഐ ഓപ്പണർ ഫോർ മീ. ബിക്കോസ് ഇന്നും കുറേ പണികൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ എൻഡ് ഗോൾ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഡ്രീം എന്താണ്, എൻ്റെ വിഷൻ എന്താണ്, എൻ്റെ മിഷൻ എന്താണ്, അതിലേക്ക് ഞാൻ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നോട്ട് റിയലി. ബിക്കോസ് സമയമില്ല. അപ്പം നമ്മൾ കോൺസ്റ്റൻ്റ്ലി ബിസിയാണ് ആൻഡ് വി ആർ നോട്ട് ഈവൻ റിയലൈസിങ് ദാറ്റ്. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ഭയങ്കര ബിസിയാണ്. രാവിലെ എണീറ്റ സമയം തൊട്ട് അലാമിൻ്റെ ശബ്ദം കേട്ടിട്ടായിരിക്കും നമ്മൾ എണീക്കുന്നത്. അലാം അടിച്ചു, ജോലിക്ക് പോകുന്ന ആൾക്കാർ ജോലിക്ക് പോകും, പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള ആൾക്കാർ സ്കൂളിൽ വിടും, പിന്നെ ജോലിക്ക് പോകും. വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ വീട്ടിൽ ജോലി ചെയ്യും, വീട്ടമ്മമാർ ക്ലീനിങ് ചെയ്യും, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ തന്നെ നമ്മൾ ബാക്ക് ടു ബാക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഡേ ബിസി ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഉച്ചയ്ക്ക് പോലും റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കമായിരിക്കും ആൾക്കാർക്ക് പറ്റുന്നത്, അല്ലേ? അപ്പം ഈവനിങ്ങിൽ ബാക്കി കാര്യങ്ങളായി, പിള്ളേരെ പഠിപ്പിക്കുക, കളിപ്പിക്കാൻ കൊണ്ടുപോകാൻ. ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറയണേ. രാത്രി ആകുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കുക, രാത്രി ആകുമ്പോഴേക്കും നാളെ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക, പിന്നെ ഉറക്കുക. പിന്നെ ആ സമയമാകുമ്പോഴേക്കും 10 മണി 11 12 മണിയൊക്കെ ആയിക്കഴിഞ്ഞു. പിന്നെ അവനവന് വേണ്ടി ഒരു മിനിറ്റ് പോലില്ല എന്നുള്ളൊരു റിയലൈസേഷൻ വരുന്നതിനെക്കാട്ടും മുന്നേ തന്നെ ഉറങ്ങിപ്പോകും. സോ നമ്മുടെ മൈൻഡ് ഇത്രയും എക്സോസ്റ്റഡ് ആയ കാരണമാണ് നമ്മുടെ ബോഡിയും ഇത്ര എക്സോസ്റ്റഡ് ആണെന്ന് തോന്നിപ്പിക്കുന്നത്. ഈവൻ ദോ ഫിസിക്കലി നമ്മൾ എക്സോസ്റ്റഡ് അല്ലെങ്കിലും ഭയങ്കര ബേൺഡ് ഔട്ട് ആണ്. ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വേർഡാണ് സോ ബേൺഡ് ഔട്ട് എന്ന് പറയുമ്പോൾ ഇനിയൊന്നും ബാക്കിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് റെപ്യൂട്ടേഷൻ. ഇറ്റ്സ് ബിക്കോസ് വി ഓൾവേസ് ചൂസ് കംഫർട്ട് ഓവർ ദ ട്രൂത്ത്. ഇപ്പം നമ്മളൊരു നമ്മുടെ റൂട്ടീനിൽ നിന്ന് മാറിയിട്ടൊരു കാര്യം ചെയ്ത് നോക്കും, അപ്പം നമുക്ക് മനസ്സിലാവും വി ആർ നോട്ട് റിയലി എക്സോസ്റ്റഡ്, അല്ലെങ്കിൽ വി ആർ നോട്ട് റിയലി ബേൺഡ് ഔട്ട്. വി ആർ ബേൺഡ് ഔട്ട് ബിക്കോസ് വി ഡു ദ സെയിം തിങ്സ്. ദർ ഇസ് നോ എക്സൈറ്റ്മെൻറ്റ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ആ ഒരു ഓട്ടോ പൈലറ്റ് എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്. അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു, നോട്ട് എവ്രിതിങ് ക്യാൻ ഹാപ്പൻ എവറി ഡേ. അതായത് എല്ലാ പണിയും ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് സമയം കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സംഭവിക്കില്ല. അപ്പം ചില കാര്യങ്ങൾ വിൽ റിമീൻ അൺഫിനിഷ് ആൻഡ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ഞാൻ പേഴ്സണലി എണീറ്റ ഉടനെ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇറ്റ് ജസ്റ്റ് ബോദേഴ്സ് മീ. ഏതെങ്കിലും ഒരു സൈഡ് ക്ലീൻ അല്ലെങ്കിൽ ഞാൻ അത് ക്ലീൻ ചെയ്യും. അതിൻ്റെ സ്ഥലത്ത് വേറെ സാധനങ്ങളാണെങ്കിൽ അത് മാറ്റി വയ്ക്കും. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി തീരില്ല, പക്ഷെ സമയവും തീരും. അപ്പം ഞാൻ ഇങ്ങോട്ട് വിചാരിച്ചത് വെരി സിമ്പിൾ. ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് 50% വർക്ക് ഫിനിഷ് ആയില്ലെങ്കിലും ഐ ഹാവ് ടു മേക്ക് ഷുവർ എനിക്ക് എന്താണോ ഇൻ ഫ്യൂച്ചർ വേണ്ടത്, അതായത് എൻ്റെ ഒരു ടാർഗറ്റ്, എൻ്റെ ഒരു ഗോൾ എന്താണോ അതിലേക്ക് ഞാനൊരു 1% മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഷുവർ അതെൻ്റെ എൻ്റെ ഒരു ഹോബി, എൻ്റെ ഒരു പാഷനാണ്. അപ്പം ഇന്നത്തെ ഡേ ഞാൻ എന്തായാലും ഇനി വേറെ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഐ ഹാവ് ടേക്കൻ കെയർ ഓഫ് ദാറ്റ് 1%. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല ഈ 3 സൈൻസ് നിങ്ങൾ നോക്കി നോക്കും. നിങ്ങളും ഓട്ടോ പൈലറ്റിലാണ്. ഇപ്പം നമ്മളെപ്പോഴും ഭയങ്കര എക്സോസ്റ്റഡ് ആണ്, ഭയങ്കര മടുപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ 3 റീസൺ ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മാറ്റേണ്ടത് എന്ന് മനസ്സിലാകും. റിപ്പീറ്റേഷൻ ആണ് ഇഷ്യൂ എങ്കിൽ എന്താണ് ഒരു പുതിയ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രീം, നമ്മുടെ ഒരു ഗോൾ, അതിലേക്ക് നമുക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ എന്ന് നമ്മൾ ആലോചിക്കും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.